കൈലാഷ് സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ്. നീ എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാടകം കെടുത്താൻ വേണ്ടി നാടകം കളിക്കായിരുന്നല്ലേ? ശോഭേ, വേണ്ട. ചേട്ടനും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ഞാനും എന്റെ മോനും തമ്മിലുള്ള പ്രശ്നം. ആരും ഇടപെടരുത്. അച്ഛന് കൊടുത്ത വാക്കിന് നിനക്ക് ഒരു വിലയില്ലല്ലേ? നിന്റെ അമ്മ, ഇതെന്റെ കുടുംബ പ്രശ്നം. മിണ്ടാതെ പോയിക്കോണം. അവൾ എങ്ങോട്ടും പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവളും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ഞാൻ സ്നേഹിക്കുന്നത് ഇവളെയാണ്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പാറുവിനെ മാത്രമായിരിക്കും. ശോഭേ, ഇവര് പറയുന്നൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട. പ്രിയന് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ അത് എനിക്കും ദേഷ്യം വന്നു. പക്ഷേ ദേഷ്യപ്പെട്ടതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമോ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നൊന്നും അത്ര തെറ്റല്ല. ഇവൻ പാറുവിനെ തെരഞ്ഞെടുത്തതിൽ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിനക്ക് ആ കുട്ടി എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അവള് വരാതെ ചടങ്ങ് തുടങ്ങില്ലാന്ന് നീ ഒറ്റക്കാലിൽ നിൽക്കുകയല്ലായിരുന്നോ? അവള് വന്നതിന് ശേഷം തിരികൊളുത്തുന്നു മുതൽ എല്ലാ കാര്യങ്ങളും നീ അവളെ കൊണ്ടല്ലേ ചെയ്യിപ്പിച്ചത്. ഇതിനെയാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത്. പാറുവിനെ കണ്ടിട്ട് നല്ല കുട്ടിയാന്നാ തോന്നുന്നത്. പ്രിയന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ സന്തോഷത്തോടെ അവരെ ഒരുമിപ്പിക്കും ശോഭേ. അമ്മാവൻ പറയുന്നതാണ് ശരി. ചേട്ടൻ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അമ്മ തന്നെ പറയാറില്ലേ? അവനവന് വേണ്ടി എന്തെങ്കിലും വേണോന്ന് ചേട്ടൻ ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടുണ്ടോ? പാറുവിനെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ കണ്ടപ്പോ ചേട്ടൻ അറിയാൻ സ്നേഹിച്ചു പോയി. ചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുക്കമ്മേ, പ്ലീസ്. ദർശനേ, നീ മിണ്ടരുത്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്റെ മോക്ക് പകരം വേറൊരുത്തിയെ കൊണ്ടുവന്ന് പ്രിയൻ അവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞ ഞാനെന്താ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇപ്പൊ സമാധാനായോ? ഈ കുട്ടിയെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? അവള് മാത്രമാണോ സ്നേഹിക്കുന്നത്? പ്രിയനും ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? പ്രിയൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് കരുതി അവൻ നമുക്ക് അന്യനാവുന്നില്ല. അവൻ നമുക്ക് ഒരു മകനെ പോലെ തന്നെയല്ലേ? അവന്റെ സന്തോഷം നമുക്കും വലുതല്ലേ? ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിന്റെ അംഗീകാരം ഇവിടെ ആർക്കും വേണ്ട. ശോഭേ, നീയാണ് തീരുമാനിക്കേണ്ടത്. ഒരമ്മാവൻ എന്ന നിലയ്ക്ക് എന്റെ മരുമകൻ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ നീ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം. നമ്മൾ തീരുമാനിച്ച പോലെ ഇവിടെ വെച്ച് തന്നെ വാക്കുറപ്പിക്കാം. ചേട്ടാ, തുളസി ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ചേട്ടനുണ്ട്. പക്ഷെ എന്റെ വീടിന്റെ മരുമകൾ ആരാണോന്ന് ഞാൻ തീരുമാനിക്കും. അല്ല ശോഭേ, ചേട്ടൻ വീട്ടിലേക്ക് പോയിക്കോളൂ. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വാസുമേ, മക്കളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അമ്മേ,
പോരുത്. ആൾക്കാരെ കൊണ്ട് ഞാനൊരു നല്ല അമ്മയല്ലെന്ന് പറയിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ?